ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മെയ് 13 ഞങ്ങളുടെ നന്ദുവിൻ്റെയും ആനന്ദേട്ടൻ്റെയും കല്യാണമാണ്. അറ്റ് ലാസ്റ്റ് അവരുടെ കല്യാണമായി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വളരെ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി പോവുകയാണ്. കാരണം ഞങ്ങൾ നന്ദുവിനെ ആ വെഡ്ഡിങ് ലുക്കിൽ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് നല്ല പോലെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ഇതിൽ ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ കല്യാണത്തിന്. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ടീച്ചർക്ക് വീടിന് മുമ്പിൽ വരാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവരും, അതങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങളിത് അവിടെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പൂഴിക്കൽ കൺവെൻഷൻ സെൻ്ററാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. അവിടെ എത്തി ഞങ്ങളിത് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചു. ഈ പ്രാവശ്യം ഞങ്ങൾ വളരെ വളരെ നേരത്തെയാണ്. കാരണം ഒരു കല്യാണത്തിന് പോയാലും ഞങ്ങൾ നേരത്തെ എത്തിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. എങ്ങനെ പോയാലും കല്യാണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ മാറി മാറി നിൽക്കും. ബട്ട് ഇപ്രാവശ്യം ഞങ്ങൾ വളരെ നേരത്തെ. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ കയറി അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കൃഷ്ണൻ്റെയും രാധേൻ്റെയും ഒക്കെ ഒരു വിഗ്രഹം പോലത്തെ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. നന്ദൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ഒരേ ചെയ്തിരിക്കുക. ഞങ്ങൾ ഫസ്റ്റ് എത്തിയ ഗൈസ്. ഞങ്ങൾ ആദ്യം നമ്മുടെ കല്യാണത്തിന് ഫസ്റ്റ് എത്തുന്നത്. അതെ ഗൈസ്. ഗൈസ് നല്ല നല്ല പാട്ടുകൾ കൊളാക്കിട്ട് ഗൈസ് മുല്ലപ്പൊട്ടത്ത് മൂഞ്ചിട്ട് എവിടെ ഇരിക്കുകയാണ്. എവിടെ ഇടണമെന്ന് അറിയാണ്ടിരിക്കും. കല്യാണത്തിന് വന്ന് മുടി അയച്ചിട്ടാണ്. വല്ലാത്ത മാനസികമായിട്ട് ഡ്രസ്സിംഗ് റൂം ഉണ്ട് നോക്കൂ. ഡ്രസ്സിംഗ് റൂം ഇന്ന് എന്റെ കല്യാണമാണ്. എല്ലാരും വിളിക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാം പെട്ടെന്ന് ചെക്കനൊന്നുമില്ല, ഒറ്റയ്ക്ക ആടി. അതെ, ഇത് ഇവർക്ക് എടുക്കണം. ഈ മാച്ചിന് ഓ ആരും ഉപേക്ഷിക്കുന്നില്ല. ആണിയുണ്ട് അതിന് വിളിക്കില്ല. നേരത്തെ ചാടി പറഞ്ഞില്ലേ അത് ആരെടുത്ത് കൊടുത്തു? കഴിഞ്ഞു. ആ മുടിക്കെന്താ ഒന്നുമില്ല. ഫൈനലിയാണ് മുടി കെട്ടി. പരദൂഷണം പറയുന്ന അമ്മമാർ. അനുവേട്ടം വന്നു, നന്ദു വന്നിട്ടില്ല. ഇവിടെ എല്ലാവരും ഭക്ഷ്യാണ് ഗൈസ്. നന്ദു ഇപ്പം ഗൈസ്. കാറ്ററിങ്ങിലുള്ളവർ വേറെ ഭക്ഷ്യം. ക്യാമറമാൻ പച്ച, ഞങ്ങള് പച്ച, ഫാമിലിത്തെ കുടുംബക്കാര് പച്ച, കാറ്ററിംഗ് പച്ച, എല്ലാവരും പച്ച. അതും പച്ച, ഈ സെയിം പച്ച. അതാണ് പച്ച. അതെ.
ഫുഡ് കഴിക്കാൻ കയറി വിശന്നിട്ട്. വിശക്കുണ്ട്. ഞങ്ങളെ കൊണ്ടേക്കാം. എങ്ങനെയുണ്ടായിരുന്നു ചിറ്റൊക്കെ? സൂപ്പർ. ഞങ്ങളെ കണ്ടില്ല കഴിച്ച് ഒരു അങ്ങ് പെറ്റ മക്കൾ. ഈശ്വര ഇന്നൊന്നും എടുക്കരുത്. എനിക്ക് അത്ര പറഞ്ഞു. ചോറുണ്ട്, പപ്പടുണ്ട്, അരിയുണ്ട്, എല്ലാം ഇതിങ്ങനെ എടുക്കണത് എല്ലാം നമ്മൾ എടുക്കണം. ഇവിടെ ഇതിൽ തന്നെ വെക്കുക. പിന്നെ എന്നെ കാണിക്കുക. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സിംഗിളും ഗ്രൂപ്പും എല്ലാം എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഗായ്സ്, ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അടിപൊളിയായി ഗായ്സ്. സീനായിരുന്നേ. കല്യാണമൊക്കെ കഴിഞ്ഞതാ പോവുകയാണേ. അതെ ഗായ്സ്, ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാ. ഒറ്റമൈനേനെ കണ്ടിട്ടുള്ള മരങ്ങൾ മൊത്തം എണ്ണിയാല് സങ്കടം പോവുത്ര. അതാണ് വിശ്വാസം. അതെ, ഇത് സ്വർണ്ണക്കടേന്റെ പരസ്യത്തിന്റെ ഇതാണല്ലോ. ഒന്നും പറയാനില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീട്ടിൽ ഞാൻ പെട്ടെന്ന് വരെ വരാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ഷെയർ ആരാ ചെയ്യാ? ഷെയറും ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ബെൽ ഐക്കൺ. ഓക്കെ, അപ്പൊ ബൈ ഗൈസ്. ബൈ.